ജിസ്മോൾ പപ്പായോട് പറഞ്ഞത്, പപ്പ ഒരിക്കലും അത് വരരുത്, എൻ്റെ ജീവിതം തകരും എന്ന് പറഞ്ഞതായിട്ടുള്ള മൊഴികൾ നമ്മുടെ പക്കലുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ച വിവരങ്ങൾ ആ വീട്ടിൽ വലിയ ബഹളം നടന്നുവെന്നും അതിനുശേഷം ആ വീട്ടിൽ ജിസ്മോൾ, അതിനകത്ത് നമുക്ക് ദുരൂഹത നിലനിൽക്കുന്ന പറഞ്ഞാൽ ജിസ്മോളുടെ കൈത്തണ്ട മുറിച്ചിട്ട് എങ്ങനെയാണ് ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ച് ഈ ആറ്റുതീരത്തേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ ദിവസങ്ങളിൽ, ആ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നത്? കാരണം അവിടെ ഒച്ച കേട്ടു, ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ വീട്ടുജോലിക്കാരി അടിയന്തരമായിട്ട് അവിടെ എത്തി. അപ്പോൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കിയ ചില ദുരൂഹതകൾ അവിടെ നിഴലിക്കുന്നുണ്ട്. FIR ഇട്ടതിന് ശേഷം, അവരുടെ കുടുംബത്തിൻ്റെ മൊഴി കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് ജിമ്മിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ്. കാര്യമായ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്തതിൻ്റെ അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലം? തെളിവുകളുടെ പ്രശ്നമല്ല. കാരണം വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തിന് മുമ്പാണ് ഭാര്യ ആത്മഹത്യ ചെയ്തതെങ്കിൽ അത് യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. അപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമപരിരക്ഷ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. പോലീസ് പ്രതികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജിമ്മി ക്രൂരനായ ഒരു ഭർത്താവാണ്, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അമ്മയും ചേച്ചിയും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസാണ് അവൻ ചെയ്തിരിക്കുന്നത്. ജിമ്മിയുടെ അച്ഛൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളതൊരു പ്രമുഖമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പുള്ളി, അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സ്വാധീനമുള്ളത് കൊണ്ട് ഈ പോലീസ് നിയമ നടപടികൾ വളരെ താമസിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ശരിയായി പോലീസ് കേസ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഞാനതാണ് മുമ്പ് ചോദിച്ചത്, പോലീസ് ആരുടെ കൂടെയാണ്? പോലീസ് പ്രതികൾക്കൊപ്പമാണ്. ജിസ്മോൾ കുടുംബത്തിന് കൂടെ അല്ല പോലീസ് നിയമവും. ഇപ്പോഴും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് നിലകൊള്ളുന്നത്. ചേട്ടാ, ജിസ്മോളുടെ വിഷയത്തിൽ ഇപ്പോഴുള്ളൊരു അപ്ഡേറ്റ് എന്താണ്? ഇപ്പോൾ അപ്ഡേറ്റ് എന്ന് പറയാൻ പോലീസ് പ്രതികൾക്കൊപ്പമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് രാവിലെ ജിസ്മോളുടെയും മക്കളുടെയും മൃതശരീരം വഹിച്ചുകൊണ്ട് ഈ പ്രതിയുടെ ഇടവക പള്ളിയിൽ എത്തുമ്പോൾ അവിടെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. തിരിച്ച് ജിസ്മോളുടെ വീട്ടിലെത്തി ജിസ്മോളുടെ കുടുംബ പള്ളിയിൽ അടക്കാനായി കൊണ്ടുവന്നപ്പോൾ അവിടെയും പോലീസുണ്ടായിരുന്നു. ഈ പോലീസുകാർ വന്നത് മുഴുവനും ഈ പ്രതികൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ജിസ്മോൾക്ക് വേണ്ടി നീതി ലഭിക്കാൻ വേണ്ടിയല്ല. ജിസ്മോളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് എത്തിയത്. ഇന്നലെ ഞങ്ങൾ ഈ കുടുംബത്തിലെ ജിസ്മോളുടെ അച്ഛനും അമ്മയും സഹോദരിയും പോയി മൊഴി കൊടുത്തിട്ടും ഇതുവരെ പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ പോലീസ് തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം ഈ ശവസംസ്കാര ചടങ്ങുകൾ ആ കുടുംബത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പോലീസും ആ കുടുംബവും നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഇന്നുവരെ തയ്യാറായിട്ടില്ല. ആ വീട്ടിൽ എന്ത് നടന്നു എന്ന് പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ച വിവരങ്ങൾ ആ വീട്ടിൽ വലിയ ബഹളം നടന്നുവെന്നും അതിനുശേഷം ആ വീട്ടിൽ ജിസ്മോൾ, അതിനകത്ത് നമുക്ക് ദുരൂഹത നിലനിൽക്കുന്ന പറഞ്ഞാൽ ജിസ്മോളുടെ കൈത്തണ്ട മുറിച്ചിട്ട് എങ്ങനെയാണ് ജിസ്മോൾ സ്കൂട്ടർ ഓടിച്ച് ഈ ആറ്റുതീരത്തേക്ക് എത്തിയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ മരണത്തിലെ ദുരൂഹത എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ശക്തമാവുകയാണ്. പക്ഷേ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ലാത്തത് കൊണ്ട് അതിൻ്റെ യഥാർത്ഥമായ വസ്തുത എന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇപ്പോൾ പോലീസിന് ആരോ കൂച്ചുകെട്ടിയ പോലെ മുകളിൽ നിന്ന് ഏതോ ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ ജിമ്മിയും, അതായത് കാരിത്താസിൽ ജോലി ചെയ്യുന്ന ജിമ്മിയുടെ അധ്യാപികയായിരുന്ന അമ്മയും അച്ഛനും സഹോദരിയും ഒക്കെ ഇത്രത്തോളം ഹോൾഡുള്ള, പോലീസിലും തലപ്പത്തൊക്കെ ഹോൾഡുള്ള ആളുകളാണെന്നാണോ പറയുന്നത്? കാരണം ജിമ്മിയുടെ അച്ഛൻ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ളതൊരു പ്രമുഖമായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് പുള്ളി, അദ്ദേഹം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സ്വാധീനമുള്ളത് കൊണ്ട് ഈ പോലീസ് നിയമ നടപടികൾ വളരെ താമസിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ ശരിയായി പോലീസ് കേസ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് പോലീസ് ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, ഇതിനു വേണ്ടി അവർക്ക് വേണ്ടി പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം ഇതിനിടയിൽ കേട്ടത്, ജിമ്മി വളരെ നിസ്സഹായനായിരുന്നുവെന്നും അമ്മയ്ക്കും
ഇപ്പോൾ സഹോദരിക്കൊക്കെ മുമ്പിൽ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നുവെന്നും അതുപോലെ ജോലി കഴിഞ്ഞാൽ വരുന്നത് ഒരു സമയത്തായതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അത്രത്തോളം നിഷ്കളങ്കനാണോ ജിമ്മി? അതൊക്കെ വെറുതെ പറയുന്നതാണ്. കാരണം ജിമ്മി ഈ ജിസ്മോളെ ഉപദ്രവിക്കുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ പിതാവ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതിന് മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ആ വീട്ടിൽ പോയി അത് ചോദിക്കാനായി ശ്രമിച്ചപ്പോൾ ജിസ്മോൾ പപ്പായോട് പറഞ്ഞത്, പപ്പ ഒരിക്കലും അത് വരരുത്, എൻ്റെ ജീവിതം തകരും എന്ന് പറഞ്ഞതായിട്ടുള്ള മൊഴികൾ നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജിമ്മി ക്രൂരനായ ഒരു ഭർത്താവാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ അമ്മയും ചേച്ചിയും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസാണ് അവൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവനെ അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ജിമ്മിയുടെ വീട്ടിൽ ജിമ്മിയുടെ സഹോദരി, കല്യാണം കഴിപ്പിച്ചുവിട്ട സഹോദരി വന്നു നിൽക്കുമായിരുന്നു കൂടുതൽ തവണ എന്നാണ് കേട്ടിരുന്നത്. അതെന്താണ്, അവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാണോ അതോ മനഃപൂർവ്വം ഇവരെ ജിസ്മോളെ ഉപദ്രവിക്കാനായിട്ടാണോ അവരുടെ ഈ ഒരു വരവും കാര്യങ്ങളൊക്കെ? തീർച്ചയായിട്ടും അവരെ ശാരീരികമായിട്ട് ഈ ജിമ്മിയുടെ സഹോദരി ഉപദ്രവിച്ചിട്ടുണ്ട് ജിസ്മോളെ. മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ജിസ്മോളോട് കാണിച്ച ക്രൂരത, ഈ വലിയ ക്രൂരമായ നടപടികളാണ് അവർ സ്വീകരിച്ചത്. ഈ നിറത്തിൻ്റെ പേരിലും ഈ ഓഹരിയുടെ പേരിലും ഓരോ കാര്യത്തിലും ജിസ്മോളെ ഇവർ പീഡിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും ജിസ്മോൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും ഞങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ജിസ്മോൾ ഒരു ക്രൂരമായ പീഡനത്തിനിരയാകാതെ ജിസ്മോൾ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരും പറയുന്നുണ്ട് എന്തിനാണ് ജിസ്മോൾ ഇങ്ങനെ ചെയ്തത്, കാരണം നല്ലൊരു തൊഴിലുണ്ടല്ലോ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ആരും ഇല്ലായിരുന്നു, അവർ വിദേശത്തായിരുന്നല്ലോ, UK-യിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയി നിൽക്കാമായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളൊരു ഭയങ്കരമായൊരു ദുഃഖം എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. അത് തന്നെയാണ് പലരുടെയും ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയത്തിലടക്കം പ്രവർത്തിച്ചിരുന്ന, ജോലിയുള്ള ഇൻഡിപെൻഡൻ്റ് ആയ ഒരാളിങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. അല്ല, അത് നമുക്ക് ആ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്കാർക്കും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം അത് അന്വേഷണത്തിലൂടെ വെളിവാകേണ്ട കാര്യമാണ്. കാരണം അത് ആ ദിവസങ്ങളിൽ, ആ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ എന്താണ് ആ വീട്ടിൽ നടന്നത്? കാരണം അവിടെ ഒച്ച കേട്ടു, ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അവിടുത്തെ വീട്ടുജോലിക്കാരി അടിയന്തരമായിട്ട് അവിടെ എത്തി. അപ്പോൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കിയ ചില ദുരൂഹതകൾ അവിടെ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വെളിവാകാൻ സാധിക്കുകയുള്ളൂ. അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. കാരണം ഇത്രയേറെ ആത്മഹത്യകൾ പെരുകുന്നു, നിരവധി കുടുംബങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാൻ ശക്തമായ നിയമ നടപടികൾ ഈ കുടുംബത്തിൻ്റെ പേരിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിന് ഒരു ചിന്തിക്കുവാനും മാറ്റം വരുവാനും സാധിക്കുകയുള്ളൂ. അതിന് തയ്യാറാകണം നിയമവ്യവസ്ഥ. ഈ ജിമ്മിക്കെതിരെയും ജിമ്മിയുടെ അച്ഛനെതിരെയും അമ്മയ്ക്കെതിരെയും സഹോദരിക്കെതിരെയും ആക്ഷൻ എടുക്കാനായിട്ട് ഏറ്റുമാനൂർ പോലീസ് ഭയക്കുന്നത് എന്തിനെയാണ്? അത് അവരുടെ ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ട്, ഇത്രയും സെൻസേഷനായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ട്, അതും ഈ 2 കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത 2ഉം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പോലീസിന് ആ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് നടന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നിയമ സംവിധാനത്തിനാണ്. ഒരു പോലീസ് ഓഫീസറുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല, 2 പിഞ്ചോമനകളുടെ മുഖം ആലോചിച്ചിട്ട്. അദ്ദേഹത്തിന് പെൺകുട്ടികളാണ്, പക്ഷെ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിയമം കറക്റ്റായിട്ട് പാലിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും അവർക്ക് ഉറക്കം വരണമെങ്കിൽ കൃത്യമായിട്ട് നിയമം പാലിക്കണ്ടേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നീതി കൊടുക്കുക എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു നിയമ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജിസ്മോളോടും ആ കുടുംബത്തോടുമുള്ള നീതി പുലർത്തണം എന്ന് ആ ഉദ്യോഗസ്ഥന് തോന്നുന്നുണ്ടെങ്കിൽ ശരിയായ ദിശയിലുള്ള അന്വേഷണവും ശരിയായ ദിശയിലുള്ള നിയമ സംവിധാനവും പാലിക്കപ്പെടുന്നുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണം. ഇവിടെയൊന്നും ശരിയായ ദിശയിലുള്ള ഒരു അന്വേഷണം നടന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, FIR ഇട്ടതിന് ശേഷം അവരുടെ കുടുംബത്തിൻ്റെ മൊഴി കൊടുത്തതിന് ശേഷം എന്തുകൊണ്ട് ജിമ്മിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പ്രസക്തമായ ചോദ്യം നിലയ്ക്കുകയാണ്. കാര്യമായ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാത്തതിൻ്റെ അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? തെളിവുകളുടെ പ്രശ്നമല്ല. കാരണം വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷത്തിന് മുമ്പാണ് ഭാര്യ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അത് യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള
അതിനുള്ള നിയമപരിരക്ഷ ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. പിന്നെ എന്തിനാണ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ ഭയക്കുന്നതെന്ന് എനിക്കറിയില്ല. FIR ഇട്ടിട്ടുണ്ടോ? FIR ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഒരു അസ്വാഭാവിക മരണത്തിനുള്ള FIR ആണ് അവർ ഇട്ടിരുന്നത്. ഇന്നലെ ജിസ്മോളുടെ പിതാവും സഹോദരിയും ബ്രദറും മൊഴി കൊടുത്തതിന് ശേഷം FIRൽ മാറ്റം വരുത്താം. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് ചെയ്യാം, അവനെ ഉടനടി അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എന്നിട്ടും അവരത് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഇനി നീതിന്യായ വ്യവസ്ഥയിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ താല്പര്യം? ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ മുത്തോലി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു എന്നുള്ള നിലയിൽ ശക്തമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി കൂടും. കമ്മിറ്റി കൂടി ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. കാരണം ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന മെമ്പറായിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിന് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അതോടൊപ്പം കുടുംബത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കും. കോട്ടയത്തിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ള ഫ്രാൻസിസ് ജോർജും തോമസ് ചാഴിക്കാടനും അങ്ങനെ വലത് ഇടത് പക്ഷങ്ങൾ വേർതിരിവില്ലാതെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞായിരുന്നു? അല്ല, അങ്ങനെ നമ്മളിപ്പോൾ അവരോട് അത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. കാരണം നമുക്ക് ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ അതിൻ്റെ നടപടിക്രമങ്ങൾ ശരിയായി ഞങ്ങൾ എത്തിപ്പെടുന്നതേ ഉള്ളൂ. കാരണം ഇത് ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അവർക്ക് നീതി ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, ജനപ്രതിനിധി എന്നുള്ളതിൽ ഞങ്ങൾക്കുണ്ട്. അത് ലഭ്യമാകുന്നില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ജിമ്മിയുടെ അമ്മയും പിതാവും ഒക്കെ അവിടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഒളിവിൽ വല്ലതും ആണോ? അവരൊളിവില്ല. കാരണം ഇന്ന് പോലീസിൻ്റെ ഒരു 100 കണക്കിന് പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലാണ് ഇന്ന് മൃതശരീരം ഈ നീറിക്കാട് പള്ളിയുടെ പാരിഷ് ഹാളിൽ കൊണ്ടുവച്ചപ്പോൾ ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ വന്ന് ഈ ശവസംസ്കാരം ഈ മൃതശരീര പ്രദർശനത്തിന് കാണാൻ വന്നത്. അപ്പോൾ പോലീസ് ആർക്കാണ്, ഞാനതിന് മുമ്പ് ചോദിച്ചത്, പോലീസ് ആരുടെ കൂടെയാണ്? പോലീസ് പ്രതികൾക്കൊപ്പമാണ്. അല്ലാതെ ഈ പീഡനം അനുഭവിച്ച മരണപ്പെട്ട ഈ ജിസ്മോൾ കുടുംബത്തിന് കൂടെ അല്ല പോലീസ് നിയമവും. ഇപ്പോഴും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോലീസ് നിലകൊള്ളുന്നത്. അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അത് ഇന്ന് ഇവിടെ നിങ്ങളിപ്പോൾ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. പോലീസ് വന്നിരിക്കുന്നത് ജിസ്മോൾക്ക് വേണ്ടിയല്ല, മറിച്ച് അവരുടെ കുടുംബക്കാരെങ്കിലും വന്നാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പോലീസ് വന്നത്. എന്ത് നീതി, എന്ത് ന്യായം? ഈ ജിമ്മിയുടെ നാട്ടിൽ എന്താണ് പ്രശ്നം ഉണ്ടായത്? ഈ ശവസംസ്കാര ചടങ്ങുകളോട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? അങ്ങനെ ഒരു പൊതു ടോക്കുണ്ട്. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ചെറിയൊരു അസ്വാരസ്യമുണ്ടായി. അവിടെ ജിമ്മി വന്നപ്പോൾ അവൻ അവൻ്റെ കള്ളക്കണ്ണുനീര് ഒഴുകുന്ന കണ്ടപ്പോൾ ആ കുടുംബാംഗങ്ങൾ ഈ ജിസ്മോളുടെ കുടുംബാംഗങ്ങൾ സഹിക്കാൻ സാധിക്കില്ല. കാരണം നഷ്ടപ്പെട്ടത് അവർക്കാണ്. നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുള്ളത് അവർക്കാണ്, അല്ലാതെ അവർക്കല്ല. അവർക്കിത് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു കുടുംബം അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നിസ്സഹായതയുടെ വക്കിലാണ് ജിസ്മോളുടെ കുടുംബം. അപ്പോൾ അവർക്ക് നീതി ലഭ്യമാക്കണം. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കാണ് ഞങ്ങൾ ഇനി നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ നീതി ഉറപ്പാക്കും വരെ കുടുംബം വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയല്ലേ? തീർച്ചയായും ജിസ്മോളുടെ ഈ ക്രൂരമായ മരണത്തിലേക്ക് തള്ളിവിട്ട ആ കുടുംബത്തിനെതിരെ ഉള്ള നിയമ നടപടികൾക്ക് ഏതറ്റം വരെയും ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ പഞ്ചായത്തും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്.